ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പഠിച്ച സ്ട്രക്ചേഴ്സുമായി ബന്ധപ്പെട്ട കോൺകോർഡ് നിയമങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഓർ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺകോർഡ് റൂളാണ്. ഇത് പഠിക്കും മുൻപ് നമുക്ക് കുറേ നൗണുകൾ സീക്വൻസ് ചെയ്യുന്നത് എങ്ങനെ എന്നുകൂടി മനസ്സിലാക്കണം. ഈ വാക്യം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു നൗൺ എഴുതി ഒരു കോമ ഇട്ടു. ഇനി കുറേ നൗണുകൾ എഴുതണമെങ്കിൽ ഓരോന്നും കഴിഞ്ഞ് കോമ ഇട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവയിൽ ഏറ്റവും അവസാനത്തെ നൗൺ എഴുതുമ്പോഴാണ് അതിന് തൊട്ട് മുൻപായി കൺജങ്ഷൻ ചേർക്കാറ്. അതായത് റാണി, റീനു, ഗ്രീഷ്മ ഇവരെ ആൻഡ് ചേർത്ത് ഒരുമിപ്പിക്കണമെങ്കിൽ ആദ്യത്തെ നൗൺ കഴിഞ്ഞ് കോമ ഇടും, അവസാനത്തെ നൗണിന് തൊട്ട് മുൻപ് മാത്രം ആൻഡ് ചേർക്കും. ഇങ്ങനെ ചേർത്താൽ നമ്മൾ എവിടെയൊക്കെ കോമയിട്ട് എഴുതിയോ ആ കോമകളെല്ലാം ആൻഡിന് തുല്യമായി മാറും. അപ്പോൾ റാണി, കോമ, റീനു, ആൻഡ് ഗ്രീഷ്മ എന്നെഴുതിയാൽ ഈ കോമ ആൻഡിന് തുല്യമാണ്. അപ്പോൾ വാക്യം റാണി, ആൻഡ് റീനു, ആൻഡ് ഗ്രീഷ്മ എന്നാവും. അതായത് 3 പേരും ആ ഗ്രൂപ്പിലുണ്ടാവും. ഇനി പകരം ഓർ ഉപയോഗിച്ചാണ് ഇത് എഴുതുന്നതെങ്കിലോ എങ്കിൽ ഇവിടെ ഉപയോഗിച്ച കോമ ഓറിന് തുല്യമാവും. അപ്പോൾ വാക്യം ഇങ്ങനാവും: റാണി ഓർ റീനു ഓർ ഗ്രീഷ്മ. 3 പേരുമില്ല, ഇതിലാരോ ഒരാൾ, അയാളാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ അയാളാണ് സബ്ജക്റ്റ്. ഇതെങ്ങനെ കണ്ടെത്തും? നിയമം ഇങ്ങനെയാണ്: ഓർ ചേർന്ന് ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ വരുമ്പോൾ സീക്വൻസിൽ ഏറ്റവും അവസാനം നിങ്ങൾ ഏത് നൗൺ പറയുന്നോ അതിനെ മാത്രം സബ്ജക്റ്റായി പരിഗണിക്കുക. അപ്പോൾ റാണി സബ്ജക്റ്റ് അല്ല, റീനു സബ്ജക്റ്റ് അല്ല, സീക്വൻസിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഗ്രീഷ്മ മാത്രമേ ഇവിടെ സബ്ജക്റ്റ് ആവുന്നുള്ളൂ. എങ്കിൽ ഗ്രീഷ്മ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക, അതിന് ചേരുന്ന വെർബ് ഉപയോഗിച്ച് ബാക്കി എഴുതുക. അപ്പോൾ ഇവിടെ വരേണ്ടത് ഗ്രീഷ്മ സിംഗുലർ ആണ്. ഉത്തരം ഈസ് എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. ദ പ്ലെയേഴ്സ്, കോമ, ദ വ്യൂവേഴ്സ് ഓർ ദ റെഫറി. ഇപ്പോഴും ഓർ ആണ് ഉപയോഗിച്ചത്. നൗണുകൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാം സിംഗുലർ ആയിരുന്നു. ഇവിടെ ദ പ്ലെയേഴ്സ് പ്ലൂറൽ, ദ വ്യൂവേഴ്സ് പ്ലൂറൽ, ദ റെഫറി മാത്രം സിംഗുലർ. ഇങ്ങനെ വന്നാൽ നിങ്ങൾ നോക്കുക, ദ പ്ലെയേഴ്സ് സബ്ജക്റ്റ് അല്ല, ദ വ്യൂവേഴ്സ് സബ്ജക്റ്റ് അല്ല, ഓർ കഴിഞ്ഞ സീക്വൻസിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ദ റെഫറി മാത്രമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ റെഫറി സിംഗുലർ ആണോ നോക്കുക. ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന വെർബ് ഉപയോഗിക്കുക. റെഫറി സിംഗുലർ ആണ്. നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബായ ഈസ് ആണ്. ബോർഡ് സ്ക്രീൻഷോട്ട് ചെയ്യാം, നോട്ട്സ് ആക്കി മാറ്റാം. ഇനി നമുക്ക് എയ്തർ ഓർ, നെയ്തർ നോർ എന്നിവയുമായി ബന്ധപ്പെട്ട കോൺകോർഡ് നിയമമാണ് പഠിക്കേണ്ടത്. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. എയ്തർ ഓർ ഇതുപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്യുന്നു. എയ്തർ കഴിഞ്ഞ് ഒരു നൗൺ വരും, ഓർ കഴിഞ്ഞ് രണ്ടാമത്തെ നൗൺ വരും. എയ്തർ രാഹുൽ ഒരു നൗണായി, ഓർ കഴിഞ്ഞ് അടുത്ത നൗൺ ഹിസ് ബ്രദർ എന്ന് വന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓർ എന്ന വാക്ക് ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ നമ്മൾ പഠിച്ച ഓറിൻ്റെ നിയമം തന്നെയാണ് ഇവിടെയും ബാധകമാവുക. ഓർ വരുമ്പോൾ സീക്വൻസിൽ ഏറ്റവും അവസാനം വരുന്ന ഒറ്റ വെർബിനെ മാത്രം പരിഗണിച്ചാൽ മതി. എങ്കിൽ ഇവിടെ പരിഗണിക്കേണ്ടത് ഹിസ് ബ്രദറിനെ മാത്രം. ഹിസ് ബ്രദർ സിംഗുലർ ആണ്. അതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈസ് ആണ്. എയ്തർ ഓറിൽ എയ്തർ എന്ന വാക്കിൽ നോട്ട് മെർജ് ചെയ്യുന്നതാണ് നെയ്തർ. ഓർ എന്ന വാക്കിൽ നോട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ കിട്ടുന്ന വാക്കാണ് നോർ. അപ്പോൾ നോർ എന്ന വാക്ക് എഴുതുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഓർ തന്നെയാണ്, അതിൻ്റെ നെഗറ്റീവ് രൂപമാണ്. ഇങ്ങനെ വരുമ്പോഴും ഓറിൻ്റെ നിയമം തന്നെ ബാധകമാവും. അതായത് സീക്വൻസിൽ ഏറ്റവും അവസാനം വരുന്ന നൗണിനെ മാത്രം പരിഗണിച്ചാൽ മതി. അപ്പോൾ ഈ വാക്യം നോക്കുക. നെയ്തർ കഴിഞ്ഞ് ദ ടീച്ചേഴ്സ്, നോർ കഴിഞ്ഞ് ദ പ്രിൻസിപ്പൽ. നോർ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ നൗണിനെ മാത്രം പരിഗണിച്ചാൽ മതി. അപ്പോൾ ദ പ്രിൻസിപ്പൽ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കും. നമുക്ക് എഴുതേണ്ടത് ഹാസ് എന്ന ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കുക. എയ്തർ ഓർ നെയ്തർ നോർ വരുമ്പോഴും അതിൽ ഓറുണ്ട്.
അപ്പോൾ സീക്വൻസിലെ ഏറ്റവും അവസാനത്തെ വാക്ക് പരിഗണിച്ചാൽ മതി. ഇവിടെ 2 വാക്കുകൾ മാത്രമേ കോമ്പിനേഷൻ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ നൗൺ പരിഗണിക്കുക എന്ന് പഠിച്ചാലും മതി. ബോർഡ് സ്ക്രീൻഷോട്ട് ചെയ്യാം, നോട്ട്സ് ആക്കി മാറ്റാം. എയ്തർ ഓർ നെയ്തർ നോർ വന്നാൽ രണ്ടാമത്തെ സബ്ജക്റ്റിന് ചേരുന്ന വെർബ്, രണ്ടാമത്തെ നൗണിന് ചേരുന്ന വെർബ്. ഇനി ബോർഡിൽ കാണുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, നൺ ഓഫ്. നെഗറ്റീവ് എക്സ്പ്രഷൻസ് ആണ് ഇവയെല്ലാം. ഓഫ് എന്ന വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും തുടർന്ന് വരുന്നത് എപ്പോഴും പ്ലൂറൽ നൗൺ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവരിൽ ഒരാളുമില്ല എന്നർത്ഥം കിട്ടും. അപ്പോൾ എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, നൺ ഓഫ് ഇവ വരുമ്പോൾ അവയ്ക്ക് തൊട്ട് പിന്നാലെ വരുന്നത് പ്ലൂറൽ നൗൺ ആയിരിക്കും. എന്നാൽ തുടർന്ന് വരുന്ന വെർബിന് ഇവിടെ വരുന്ന ഒന്നിൻ്റെ ഇഫക്റ്റ്, വൺ എന്നതിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും കിട്ടുക. അങ്ങനെ വരുന്നതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പോൾ 2 ആൺകുട്ടികളുണ്ട്, 2-ൽ ഒരാളും ആ പ്രവൃത്തി ചെയ്തില്ല എന്ന് പറയുമ്പോൾ 2 ആൺകുട്ടികൾ, പക്ഷേ 2-ൽ പ്രവൃത്തി ചെയ്യാത്തത് ഒരാളേ ഉള്ളൂ. അപ്പോൾ സിംഗുലർ വേർഡായിട്ട് വേണം പരിഗണിക്കാൻ. എങ്കിൽ ഇവിടെ കിട്ടേണ്ട ഉത്തരങ്ങൾ നോക്കുക. നെയ്തർ ഓഫ് ദ ഡാഷ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ബോയ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. നെയ്തർ ഓഫ് എന്ന് വരുമ്പോൾ പ്ലൂറൽ നൗൺ എടുക്കണം. എങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ബോയ്സ്. ഇനി തുടർന്ന് വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഹാവ് വരില്ല, പകരം വരേണ്ടത് ഹാസ്. ഇത് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നോക്കാം. നൺ ഓഫ് ദ ഡാഷ് ഇൻട്രസ്റ്റിംഗ്. നൺ ഓഫ് ആണ് വന്നിരിക്കുന്നത്. ഓഫ് എന്ന് ചേർക്കണമെങ്കിൽ അവിടെ പ്ലൂറൽ നൗൺ ചേർക്കണം. അപ്പോൾ വരേണ്ടത് ബുക്സ്. ഇനി സിംഗുലർ വെർബ് ഉപയോഗിക്കണം എന്നാണ് നിയമം. അപ്പോൾ കൂടെ വരേണ്ട വെർബ് ഈസ് ആണ്. നൺ ഓഫ് ദ ബുക്സ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ബോർഡിൽ കാണുന്ന കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യാം, നോട്ട്സ് ആക്കി മാറ്റാം. ഇനി നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന സ്ട്രക്ചർ വരുമ്പോഴുള്ള കോൺകോർഡ് റൂൾ നോക്കാം. നോട്ട് ഓൺലി എന്ന വാക്കിനർത്ഥം ഇത് മാത്രമല്ല, ബട്ട് ഓൾസോ അത് കൂടിയാണ് എന്നാണ്. ഇവിടെ ഏതിനാണ് പ്രാധാന്യം എന്ന് നോക്കിയാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. ഈ എക്സാമ്പിളിലേക്ക് വരിക. നോട്ട് ഓൺലി റാണി ബട്ട് ഓൾസോ ഹെർ സിസ്റ്റർ ഡാഷ് സെൽഫിഷ്. ഈസ് ഓർ ആർ ചേർക്കാണ് എന്ന് വയ്ക്കുക. ഇതിൽ ഏതിനാണ് പ്രാധാന്യം എന്ന് നോക്കി. നോട്ട് ഓൺലി റാണി മാത്രമല്ല, ബട്ട് ഓൾസോ ഹെർ സിസ്റ്റർ, അവരുടെ സിസ്റ്ററും സെൽഫിഷാണ്. അതിനർത്ഥം റാണി സെൽഫിഷ് ആണെന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അത് കേട്ടാൽ നമ്മളോട് തിരിച്ചു പറയാണ്, നിനക്കറിയാമല്ലോ റാണി സെൽഫിഷ് ആണെന്ന്. എങ്കിൽ റാണിയുടെ സിസ്റ്ററും അതുപോലെ സെൽഫിഷാണ്. ഇപ്പോൾ ഇവിടെ പുതിയ ഇൻഫർമേഷനായി കിട്ടുന്നത് ആദ്യം പറയുന്ന റാണിയുടെ കാര്യമല്ല, രണ്ടാമത് പറയുന്ന ഹെർ സിസ്റ്ററുടെ കാര്യമാണ്. അപ്പോൾ സ്പീക്കർ സബ്ജക്റ്റായിട്ട് മീൻ ചെയ്തത് രണ്ടാമത് പറഞ്ഞ ഹെർ സിസ്റ്ററെയാണ്, അല്ലാതെ റാണിയല്ല. റാണി സെൽഫിഷ് ആണെന്ന് കേൾക്കുന്നതാണ് അറിയാം, അത് നോൺ ഫാക്റ്റ് ആണ്. തുടർന്ന് വരുന്ന രണ്ടാമത്തെ കാര്യമാണ് ന്യൂ ഇൻഫർമേഷൻ. അതിനനുസരിച്ച് വേണം നമ്മൾ വെർബ് എഴുതാൻ. അപ്പോൾ ഹെർ സിസ്റ്റർ സിംഗുലർ ആണ്, അതിനനുസരിച്ച് സിംഗുലർ വെർബ് ഓപ്റ്റ് ചെയ്യുക ഈസ്. ബോർഡിൽ കാണുന്ന കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യാം, നോട്ട്സ് ആക്കി മാറ്റാം. ബോത്ത് ആൻഡ് ഉപയോഗിച്ച് 2 നൗണുകളെ തമ്മിൽ കമ്പൈൻ ചെയ്താൽ ഈ 2 നൗണുകൾക്കും ഒരേ പ്രാധാന്യത്തോടെ പരിഗണന കിട്ടും. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആൻഡ് ആണ്. ആൻഡ് എപ്പോഴും അതിനൊപ്പം നിൽക്കുന്ന എല്ലാ നൗണുകളെയും കൂടെ ഒരേ പ്രാധാന്യത്തോടെ കമ്പൈൻ ചെയ്യുന്ന വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് ദ പ്രിൻസിപ്പൽ ആൻഡ് ദ പ്യൂൺ എന്നെഴുതിയാൽ പ്രിൻസിപ്പലിനും പ്യൂണിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ്. 2 പേരെയും ഒരുമിച്ച് ഒറ്റ സബ്ജക്റ്റാക്കി മാറ്റുകയാണ്. 2 പേർ ചേർന്ന് ഒരു സബ്ജക്റ്റായി മാറിയാൽ നമുക്കറിയാം ആ സബ്ജക്റ്റ് പ്ലൂറലാവും. അപ്പോൾ വേണ്ടത് പ്ലൂറൽ വെർബാണ്. അപ്പോൾ ബോത്ത് ആൻഡ് ഉപയോഗിച്ചാൽ വെർബ് പ്ലൂറലാകും. ആൻഡ് ഉപയോഗിക്കുന്ന സെയിം ഇഫക്റ്റ്. ബോർഡിൽ കാണുന്ന കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യാം, നോട്ട്സ് ആക്കി മാറ്റാം. ഇനി ബോർഡിൽ കാണുന്ന ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് വാക്യങ്ങൾ തരിക. അത് സെറ്റിൽ ചെയ്താലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഒന്നാമത്തെ വാക്യത്തിൽ ദ ബുക്സ് ഓൺ ദ ടേബിൾ നിയർ ദ വിൻഡോ ഡാഷ് ബൈൻഡിങ് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നീഡ് ഓർ നീഡ്സ് എഴുതാൻ പറഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്നത് അതിന് തൊട്ട് മുൻപിരിക്കുന്ന നൗണിനെ ആയിരിക്കും. അങ്ങനെ നോക്കിയാൽ കാണുക ദ വിൻഡോ ആണ്.
വിൻഡോ സിംഗുലർ ആണ്, നമ്മൾ പെട്ടെന്ന് നീഡ്സ് എന്ന സിംഗുലർ വെർബ് ഓപ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു ഫ്രൈസ് ഉപയോഗിച്ച് സബ്ജക്റ്റും അതിൻ്റെ വെർബും തമ്മിൽ ഡിസ്റ്റൻ്റ് ആക്കിയിരിക്കുകയാണ്, ദൂരെ ആക്കിയിരിക്കുകയാണ്. യഥാർത്ഥ സബ്ജക്റ്റ് ഡാഷിൻ്റെ ഇടതുവശത്തില്ല. ഒരു ഫ്രൈസിന് വീണ്ടും അപ്പുറത്തേക്ക് അത് മാറിപ്പോയിരിക്കുന്നു. ആ സബ്ജക്റ്റ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്കിവിടെ ഉത്തരം ശരിയാവൂ. അപ്പോൾ ഓർക്കുക, നീഡ് ബൈൻഡിങ് ആവശ്യമാണ്. ആ വെർബിനാണ് നമുക്ക് സബ്ജക്റ്റ് വേണ്ടത്. നമ്മൾ ഓർക്കുക, ആർക്കാണ് അല്ലെങ്കിൽ എന്തിനാണ് ബൈൻഡിങ് ആവശ്യമുള്ളത്? വിൻഡോസിനല്ല, ടേബിളിനുമല്ല. പകരം വിൻഡോയ്ക്കരികിലെ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ബുക്സിനാണ് ബൈൻഡിങ് ആവശ്യമുള്ളത്. അപ്പോൾ നീഡ് എന്ന വെർബിൻ്റെ സബ്ജക്റ്റ് വിൻഡോയല്ല, ടേബിളല്ല, പകരം ബുക്സ് ആണ്. ബുക്സ് പ്ലൂറലാണ്. എങ്കിൽ അവിടെ വേണ്ടത് നീഡ്സ് അല്ല, പകരം നീഡ് എന്ന പ്ലൂറൽ വെർബാണ്. ഈ വാക്യത്തിൽ ഒരു ഫ്രേസ് കൊണ്ടാണ് സബ്ജക്റ്റിനെ അതിൻ്റെ വെർബിൽ നിന്ന് ഡിസ്റ്റൻ്റ് ആക്കിയത്. എന്നാൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ ഒരു ക്ലോസ് കൊണ്ട്, പ്രത്യേകിച്ചും റിലേറ്റീവ് ക്ലോസ് കൊണ്ട്, ഒരു സബ്ജക്റ്റിനെ അതിൻ്റെ വെർബിൽ നിന്ന് ഡിസ്റ്റൻ്റ് ആക്കി മാറ്റും. ഇവിടെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ച രീതിയാണ്. ഡിഫൈനിങ്, നോൺ ഡിഫൈനിങ്, റിലേറ്റീവ് ക്ലോസ് എടുക്കുന്ന രീതിയൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ചെയ്തത് 2 ക്ലോസുകളായി വാക്യത്തെ ഡിവൈഡ് ചെയ്യുകയാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്ലോസ്, ദ ഫോറിനേഴ്സ് ഡാഷ് കം. രണ്ടാമത്തെ ക്ലോസ്, ഹൂ ബോട്ട് ദ ഹൗസ്. അപ്പോൾ ഹൂ ബോട്ട് ദ ഹൗസ് എന്ന ക്ലോസ് അവിടെ കംപ്ലീറ്റ് ആണ്. അതിൻ്റെ ഇടതുവശത്തിരിക്കുന്ന ദ ഫോറിനേഴ്സ് ആണ് കം എന്ന വെർബിൻ്റെ സബ്ജക്റ്റായി നിൽക്കുന്നത്. എങ്കിൽ ദ ഫോറിനേഴ്സ് പ്ലൂറലാണ്, ഹാവ് കം എന്ന പ്ലൂറൽ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. പെട്ടെന്ന് നോക്കുന്നൊരു കുട്ടിക്ക് ഹൗസ് അല്ലേ ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് തോന്നും. അതിനനുസരിച്ച് വെർബ് എടുക്കും. അങ്ങനെ പാടില്ല. ക്ലോസുകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും റിലേറ്റീവ് ക്ലോസ് വരുമ്പോൾ, റിലേറ്റീവ് ക്ലോസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് മാത്രമേ സബ്ജക്റ്റും വെർബും നോക്കാവൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സബ്ജക്റ്റ്, അതിൻ്റെ വെർബ്, ഇവയെ തമ്മിൽ വേർതിരിക്കാൻ ഒരു ഫ്രേസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ക്ലോസ് ഉണ്ടാവാം. ഇവ ഉപയോഗിച്ച് അകലെയാക്കപ്പെട്ടു പോകുന്ന സബ്ജക്റ്റുകൾ കണ്ടെത്തുന്നത് ഓർമ്മിപ്പിക്കാനാണ് ഡിസ്റ്റൻസ്ഡ് വെർബ് എന്ന ഈ സെക്ഷൻ തന്നത്. ബോർഡിൽ കാണുന്ന കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യാം, നോട്ട്സ് ആക്കി മാറ്റാം. ഇനി ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ഇനി പറയാൻ പോകുന്ന നിയമം ആർട്ടിക്കിൾസിൻ്റെ സെക്ഷനിലും ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലും നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ഒരു അഡ്ജക്റ്റീവ് കിട്ടുന്നു. ഉദാഹരണമായി റിച്ച്. ഈ വാക്കിനർത്ഥം സമ്പന്നനായ, പണമുള്ള എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ ഒരു നിയമമുണ്ട്. ഒരു അഡ്ജക്റ്റീവിൻ്റെ ഇടതുവശം ദി ചേർത്തെഴുതിയാൽ, അതായത് ഈ കാണുന്നത് പോലെ ദി ചേർത്ത് റിച്ച് എന്ന അഡ്ജക്റ്റീവ് എഴുതിയാൽ, ഇത് പിന്നീട് അഡ്ജക്റ്റീവായിട്ടല്ല പരിഗണിക്കപ്പെടുക, പകരം ഒരു പ്ലൂറൽ നൗൺ ആയിട്ടാണ്. അങ്ങനെയെങ്കിൽ റിച്ച് എന്ന വാക്കിന് പണക്കാരനായ എന്നർത്ഥം, ദ റിച്ച് എന്ന പ്രയോഗത്തിന് പണക്കാർ എന്നർത്ഥം. അപ്പോഴിവിടെ റിച്ച് എന്ന് പറയുന്നതും ദ റിച്ച് എന്ന് പറയുന്നതും രണ്ടാണ് എന്ന് തിരിച്ചറിയുക. റിച്ച് എന്ന് മാത്രം പറഞ്ഞാൽ അഡ്ജക്റ്റീവ്, പക്ഷെ ദ റിച്ച് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ നൗൺ വരുമ്പോൾ അതിൻ്റെ വെർബും സ്വാഭാവികമായിട്ടും പ്ലൂറൽ ആകണം. ഈ നിയമമാണ് നമുക്കിവിടെ ഫോളോ ചെയ്യേണ്ടത്. ഈ വാക്യം നോക്കുക. ദ റിച്ച് ഡാഷ് ഓൾവേസ് സെൽഫിഷ്. പണക്കാർ എപ്പോഴും സ്വാർത്ഥരാണ്. പണക്കാർ എന്ന പ്ലൂറൽ സബ്ജക്റ്റാണ് നിൽക്കുന്നത്. അതിനൊപ്പം വരേണ്ടത് പ്ലൂറൽ വെർബ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടേണ്ടത് ദ റിച്ച് ആർ ഓൾവേസ് സെൽഫിഷ് എന്നാണ്. ബോർഡ് സ്ക്രീൻഷോട്ട് ചെയ്യാം, നോട്ട്സ് ആക്കി മാറ്റാം. ഇതിൻ്റെ കൂടുതൽ റെഫറൻസ് ആവശ്യമാണെങ്കിൽ ആർട്ടിക്കിൾസിൽ വരുന്നുണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ 2ാമത്തെ ലെസണിലുമുണ്ട്. ഇനി നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് റിവേഴ്സ് സ്ട്രക്ചർ വരുന്ന വാക്യങ്ങൾ. അതായത് സാധാരണഗതിയിൽ പ്ലെയിനായി ഒരു വാക്യം പറയുന്നതിന് പകരം അതിൻ്റെ കാവ്യ ഭംഗി കൂട്ടാൻ വേണ്ടി റിവേഴ്സ് ചെയ്ത് പറയുന്ന രീതിയാണ് റിവേഴ്സ് സ്ട്രക്ചർ. ഉദാഹരണമായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ അവൻ അവിടെ പോയി എന്ന് പറയുന്നത് പ്രോസ്, പോയി അവൻ അവിടെ എന്ന് പറയുമ്പോൾ കവിത. ഈ ശൈലി പലപ്പോഴും ഇംഗ്ലീഷിലും ഉപയോഗിക്കാറുണ്ട്. ദ സമ്മർ ഹാസ് ഗോൺ എന്ന് പറയുന്നതിന് പകരം ഗോൺ ഹാസ് എ സമ്മർ
ഇങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട്. ഈ രീതിയാണ് നമുക്ക് ഇവിടെയും തന്നിരിക്കുന്നത്. ഇത് നമ്മളെ തെറ്റിക്കും. വാക്യം നോക്കുമ്പോൾ സീറ്റ് ഡാഷ് ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നത് ഡാഷിൻ്റെ ഇടതുവശം വരുന്ന സബ്ജക്റ്റ് നോക്കുക, അതനുസരിച്ച് വെർബ് എഴുതുക. നോക്കുമ്പോൾ സീറ്റ്, സീറ്റ്സ് എന്നൊന്നുമില്ല, സീറ്റ് സിംഗുലർ. അപ്പോൾ വേണ്ടത് സിംഗുലർ നമ്മൾ എഴുതി വയ്ക്കും ഈസ്. പക്ഷേ വാക്യം ഇങ്ങനെയല്ല. സീറ്റ് ഡാഷ് ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. ഇവിടെ സീറ്റ് എന്നതൊരു അഡ്ജക്റ്റീവാണ്. ആ അഡ്ജക്റ്റീവ് ഈ വാക്യത്തിലെ കോംപ്ലിമെൻ്റ് ആണ്. പകരം സബ്ജക്റ്റ് ആയിരിക്കുന്നത് ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ആണ്. വാക്യം ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ഡാഷ് സീറ്റ് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് അഡ്വേഴ്സിറ്റി അല്ല സബ്ജക്റ്റ്, ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ആണ്. യൂസസ് എന്ന വാക്ക് പ്ലൂറൽ ആണ്. അതിനനുസരിച്ചുള്ള വെർബ് വേണം നമ്മൾ ഈ ഡാഷിൽ എഴുതാൻ. അപ്പോൾ പറയേണ്ടത് സീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി എന്നാണ്. അടുത്ത വാക്യം ഇതുപോലെ നോക്കുക. ഡെഡ് ഡാഷ് ദ മെൻ. ഡെഡ് ഒരു അഡ്ജക്റ്റീവാണ്. അതിനല്ല ഇവിടെ വെർബ് കൊടുത്തിരിക്കുന്നത്. പകരം മരിച്ചത് മെൻ ആണ്, അല്ലാതെ ഡെഡ് അല്ല. എങ്കിൽ ഇവിടെ വേണ്ടത് ദ മെൻ എന്ന പ്ലൂറൽ സബ്ജക്റ്റിന് ചേരുന്ന വെർബാണ്. അപ്പോൾ ഉപയോഗിക്കേണ്ടത് ആർ. ഡെഡ് ആർ ദ മെൻ മീൻസ് ദ മെൻ ആർ ഡെഡ്. ഇതുപോലെ വരുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ബോർഡിൽ ഞാൻ ഒരു വാക്യം കൂടി എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഹിയർ ഡാഷ് മിസ്റ്റർ ഡാനിയൽ. വാക്യം വരുമ്പോൾ ഹിയർ അല്ല കം എന്ന വെർബിൻ്റെ സബ്ജക്റ്റ്. വരിക എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഹിയർ എന്ന വാക്കല്ല, പകരം മിസ്റ്റർ ഡാനിയലാണ്. അപ്പോൾ സബ്ജക്റ്റായി വരേണ്ടത് മിസ്റ്റർ ഡാനിയൽ, സിംഗുലർ ആണ്. ഹിയർ കംസ് മിസ്റ്റർ ഡാനിയൽ. ഇത്തരത്തിൽ വരുന്ന റിവേഴ്സ് സ്ട്രക്ചർ വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമുക്ക് തെറ്റുപറ്റുകയും മൈനസ് മാർക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് ഈ ഐറ്റം. ഒന്ന് സെൻസ് ഉപയോഗിച്ചാലേ ചെയ്യാൻ പറ്റൂ, പ്രത്യേകിച്ച് നിയമമൊന്നും അതിനില്ല എന്നർത്ഥം. ബോർഡ് സ്ക്രീൻഷോട്ട് ചെയ്യാം, നോട്ട്സ് ആക്കി മാറ്റാം. കോൺകോർഡ് വിത്ത് സ്ട്രക്ചേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. അതായത് കോൺകോർഡ് എന്ന ലെസൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതിനോടനുബന്ധിച്ച് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കൂടി കാണുക. അപ്പോൾ ഈ പാർട്ട് ക്ലിയർ ആകും. 1 മാർക്ക് PSCക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന സെക്ഷനാണ് കോൺകോർഡ്. ഒരു കാരണവശാലും അവഗണിക്കരുത്. താങ്ക് യു. ശ്രദ്ധിക്കണം, പെട്ടെന്ന് നമുക്ക് തെറ്റുപറ്റുകയും ചെയ്യാൻ പറ്റൂ, പ്രത്യേകിച്ച് നിയമം